ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു വുമൺ ആണ് എങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ ഡെലിവറിക്ക് പോകുമ്പോൾ ആ ബാഗിൽ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്ന ടൈമിൽ അതിൽ എന്തൊക്കെയാണ് വേണ്ടത്, അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മാത്രമാണ് ഞാൻ പറയുന്നുള്ളൂ. ഞാൻ എൻ്റെ ഫസ്റ്റ് ഡെലിവറി നടക്കുന്നത് 2019 അതിനുശേഷം എൻ്റെ ഡെലിവറി ഈ ഒരു 2024 അതായത് 3 മാസം ആയതുള്ളൂ. ഒക്ടോബറിലായിരുന്നു എൻ്റെ ഡെലിവറി നടന്നത്. ഇപ്പോൾ 3 മാസം ആയുള്ളൂ. ആ ടൈം തൊട്ട് ഞാൻ ആലോചിക്കുന്നതാണ് ഒരു വീഡിയോ, ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഇടണമെന്ന്. അത് വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ ഞാൻ ഇതിനകത്ത് വളരെ അത്യാവശ്യം, കാരണം എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ എൻ്റെ ഫസ്റ്റ് ഡെലിവറിക്ക് പോകുന്ന ടൈമിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് വീഡിയോസ് കണ്ട് കുറേ സാധനങ്ങളായിട്ട് എൻ്റെ വീട്ടിൽ നിന്നും കുറേ സാധനങ്ങൾ കൊണ്ടുവന്നു. അതുപോലെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ഡെലിവറിക്ക് പോകാൻ നേരത്ത് കുറേ സാധനങ്ങൾ കൊണ്ടുവന്നു. എല്ലാ സ്ഥലത്തും കുറച്ച് സാധനം എടുക്കേണ്ടത് പോലും വന്നില്ല. അപ്പോൾ സെക്കൻഡ് ഡെലിവറിയുടെ ടൈമിൽ ഞാൻ വളരെ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് വളരെ കൺവീനിയൻ്റ് ആയിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ഓർത്തു ഒരു വീഡിയോ, ഈ ഒരുപാട് സാധനങ്ങൾ വേണമെന്നുള്ള വീഡിയോസ് ഒഴിവാക്കി വളരെ ആവശ്യമുള്ള സാധനങ്ങളുടെ മാത്രം ഒരു വീഡിയോ എടുക്കണമെന്ന്. അതുപോലെ ഞാൻ ഒരു പേപ്പറിൽ ഞാൻ അത്യാവശ്യം എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഇത് ഞാൻ പറയുന്നത് എൻ്റെ ഓൺ എക്സ്പീരിയൻസിൽ നിന്നാണ്. ഞാൻ 2 പ്രാവശ്യം ഡെലിവറിക്ക് പോയതുകൊണ്ട് എനിക്ക് അത്യാവശ്യമെന്ന് തോന്നിയ കാര്യങ്ങൾ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് 3 പേർക്കുള്ള ബാഗ് പാക്കിങ്ങിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് മദറിൻ്റെ ബാഗ്, അതായത് ഡെലിവറിക്ക് പോകുന്ന പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമണിൻ്റെ ബാഗിൽ അത്യാവശ്യം എന്തൊക്കെയാണ് വേണ്ടതെന്നും, പിന്നെ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ബേബിയുടെ ബാഗിൽ എന്തൊക്കെയാണ് വേണ്ടതെന്നും, പിന്നെ നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ലല്ലോ, നമ്മുടെ കൂടെ ഒരു ബൈസ്റ്റാൻഡർ ഉണ്ടാവും. നമ്മുടെ ഹസ്ബൻഡായിരിക്കും, ഹസ്ബൻഡിൻ്റെ അമ്മയായിരിക്കും, അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം അമ്മയായിരിക്കും. അപ്പോൾ അവർക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ, കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ അത്രയും ഞാൻ ഇതിനകത്ത് പറയുന്നുള്ളൂ. ഇത് വളരെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയുന്നത് മദറിന്, നമ്മുടെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമൺ ഒരു ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ എടുത്തു വെക്കണമെന്നാണ്. ഫസ്റ്റ് നിങ്ങൾ എടുത്തു വെക്കുന്നത് നിങ്ങളുടെ 9 months മെഡിക്കൽ റിപ്പോർട്ട്സുകൾ, അതെല്ലാം ഒരു ഡോക്യുമെൻ്റ് ചെയ്ത് അതിനായിട്ടൊരു ബാഗ്, ആ ബാഗിനകത്ത് നിങ്ങളുടെ മെഡിക്കൽ ഡീറ്റെയിൽസ് മാത്രമായിരിക്കണം. നിങ്ങൾ 9 month നിങ്ങളുടെ സ്കാനിങ് റിപ്പോർട്ട്, അതുപോലെ ബ്ലഡ് റിസൾട്ട്. കാരണം നമ്മൾ ചിലപ്പോൾ നമുക്ക് ഡെലിവറി എമർജൻസി ആയിരിക്കും. ആ എമർജൻസിയിൽ നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ഹോസ്പിറ്റലായിരിക്കില്ല ചിലപ്പോൾ നമുക്ക് പോകേണ്ടി വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ മെഡിക്കൽ റിപ്പോർട്ടെല്ലാം ഞാൻ എൻ്റെ ഡെലിവറിക്ക് ഒരു 1 week ബിഫോർ ഞാനിതെല്ലാം ഫസ്റ്റ് തൊട്ട് ഒരു ഓർഡറിൽ വെച്ചു. ബ്ലഡിൻ്റെ റിസൾട്ടൊക്കെ ആണെങ്കിലും എല്ലാം ഒരു ഓർഡറിൽ വെച്ചു. അപ്പോൾ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടി. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളിത് എടുത്തു വെക്കുന്ന ടൈമിൽ നമ്മുടെ കൂടെ ആരാണോ വരുന്നത്, ഹസ്ബൻഡാണ് എങ്കിൽ ഹസ്ബൻഡ്, അമ്മയാണ് എങ്കിൽ അമ്മ, അവരോടും കൂടി ഇത് പറഞ്ഞു കൊടുക്കണം നമ്മൾ ഏത് ഓർഡറിലാണ് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾ ഡെലിവറിക്ക് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നഴ്സുമാർ വന്ന് നമ്മുടെ പുറത്ത് നിൽക്കുന്ന ബൈസ്റ്റാൻഡറിനോടാണ് ഈ ഡീറ്റെയിൽസ് ചോദിക്കുക. ആ ഒരു ടൈമിൽ അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല, ഇത് എവിടെയാണ് എന്താണ്. അപ്പോൾ നമ്മുടെ മെഡിക്കൽ റിപ്പോർട്ട്സുകൾ കറക്റ്റായിട്ട് എടുത്ത് ഒരു ബാഗ്, ആ ബാഗിൽ അത് മാത്രം വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് വലിയ കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല. അത് അത്യാവശ്യമായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻ, നിങ്ങൾക്ക് ഓൾറെഡി കുറച്ച് മെഡിസിൻ, വൈറ്റമിൻ്റെയും കാൽഷ്യത്തിൻ്റെയൊക്കെ മരുന്നുകൾ കഴിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ മരുന്നുകൾ ഡെലിവറി വരെ നമ്മൾ ചിലപ്പോൾ കഴിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മരുന്ന്, ചില ഷുഗറിൻ്റെയോ എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ ആ മരുന്നുകൾ എടുത്തു വയ്ക്കാൻ മറക്കരുത്. മൂന്നാമതായിട്ട് നിങ്ങളുടെ മെഡിക്കൽ ഇൻഷുറൻസ് ഉള്ളവരാണെങ്കിൽ അതിന് വേണ്ട പേപ്പേഴ്സ് എന്തെങ്കിലും എടുക്കണമെങ്കിൽ നിങ്ങളുടെ കാർഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കാർഡ് എടുത്ത് വെക്കുക. അതുപോലെ തന്നെ അതിൻ്റെ പേഴ്സൺ ആരാണോ, നിങ്ങളിപ്പോൾ അത് വിളിച്ച് നിങ്ങളുടെ ഓഫീസിൽ ആരെങ്കിലും ആയിട്ട് HR ആരെങ്കിലും ആയിട്ട് ഡിസ്കസ് ചെയ്യണമെങ്കിൽ അവരുടെയൊക്കെ കോൺടാക്ട് ഡീറ്റെയിൽസ് നിങ്ങൾ എടുത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ ആയിരിക്കുന്ന ടൈമിൽ തന്നെ നമ്മുടെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനും അവിടെ വെച്ച് തന്നെ എല്ലാം തീർത്ത് നമുക്ക് പോരാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഇൻഷുറൻസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നിങ്ങൾ എടുത്ത് വെക്കേണ്ട കാര്യമാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പോകുന്ന ആ ലേഡിക്ക് എന്തൊക്കെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫീഡിങ്ങിനുള്ള ഫീഡിങ് നൈറ്റി ആയിരിക്കണം. അതുപോലെ തന്നെ ഓപ്പൺ നൈറ്റി, ഒന്നുകിൽ ഓപ്പൺ നൈറ്റി അല്ലെങ്കിൽ ഫീഡിങ് നൈറ്റി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 2 ഓപ്പൺ നൈറ്റി എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ. വേറെ ഒന്നുമല്ല, നമ്മൾ ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ യൂഷ്വലി നമ്മളോട് ഓപ്പൺ നൈറ്റി
ചോദിക്കാറുണ്ട്. അത് കാരണം നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയാണ് ഓപ്പൺ നൈറ്റി. കാരണം നമുക്ക് പിന്നെ ഒരു 1 വീക്ക് നമുക്ക് ഡോക്ടറൊക്കെ വരുമ്പോഴത്തേക്കും അവർക്ക് ചെക്ക് ചെയ്യാനും എല്ലാത്തിനും ഒരു ഓപ്പൺ നൈറ്റി ഉള്ളത് നല്ലതാണ്. പിന്നെ നമുക്ക് ആവശ്യം കഴിഞ്ഞ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നമ്മൾക്ക് പഴയ പോലെ നമുക്ക് ഫീഡിങ്ങിന് മാത്രമായിട്ട് ആ രീതിയിലാക്കി എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഫീഡിങ് നൈറ്റി. അതുപോലെ തന്നെ അത്യാവശ്യത്തിന് വേണ്ട പാൻറ്റീസും ബ്രായും അതുപോലെ തന്നെ ഇതൊക്കെ നിങ്ങളൊരു ക്ലൈമറ്റും കൂടെ കൺസിഡർ ചെയ്യണം. കാരണം ഒരു വിൻ്ററും അല്ലെങ്കിൽ ഒരു ഒരു മൺസൂൺ സീസണൊക്കെയാണ്, മഴക്കാലമൊക്കെ ആണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പെട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യത്തിന് ഉണങ്ങി കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങളൊരു വെതറും കൂടെ നോക്കിയിട്ട് നിങ്ങൾ ആവശ്യത്തിനുള്ള സാധനങ്ങൾ എടുക്കുക. അതുപോലെ തന്നെ പാഡ്, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പാഡ് എടുക്കുക. ക്ലോത്തിൻ്റെ പാഡ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ക്ലോത്തിൻ്റെ പാഡ്, അല്ലാതെ സ്റ്റേഫ്രി അങ്ങനെ ഏതെങ്കിലും കമ്പനി ഉപയോഗിക്കുന്നവർ, കാരണം നമ്മൾ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തവരൊക്കെയാണ് എങ്കിൽ ഈ പാഡൊക്കെ എടുക്കാൻ മറന്നു പോകും. അപ്പോൾ അത് അത്യാവശ്യമായിട്ട് എടുത്ത് വയ്ക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് അഡ്മിറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്കതിന് അത്യാവശ്യം നമുക്ക് ചെരുപ്പൊക്കെ നമുക്ക് അത്യാവശ്യമാണ്. പിന്നെ എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രാവശ്യം ഞാൻ പോയപ്പോൾ എൻ്റെ കാലിൽ ക്യൂടെക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ക്യൂടെക്സ് ഉണ്ടായിരുന്ന സമയത്ത് നമ്മളോട് 2-3 പ്രാവശ്യം നേഴ്സുമാർ വന്ന് പറഞ്ഞു ദയവായിട്ട് നിങ്ങളുടെ ക്യൂടെക്സ് റിമൂവ് ചെയ്യാനായിട്ട്. ഒന്നുകിൽ നിങ്ങൾ വീട്ടിൽ വെച്ച് തന്നെ ക്യൂടെക്സ് റിമൂവ് ചെയ്തിട്ട് പോവുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു റിമൂവർ കൈ കരുതുക. എന്നിട്ട് അവിടെ ചെന്നിട്ട് അവർ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രത്യേകം, കാരണം ഒരാഴ്ച ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് രാവിലെ തന്നെ കുളിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള തോർത്ത്, ടവല്, ഈ വക കാര്യങ്ങൾ എടുത്ത് വയ്ക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ തലമുടിയും, എൻ്റെ ആദ്യത്തെ ഡെലിവറി ടൈമിൽ എനിക്ക് 2 വശവും മുടി ഇങ്ങനെ പിന്നി കെട്ടിയിട്ട് ആണ് ഡെലിവറിക്ക് കയറ്റി. അതേ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഞാൻ 2ാമത്തെ ഡെലിവറിക്കും പോയതും. ആ ടൈമിൽ മുടി ജസ്റ്റ് ഒന്ന് പിന്നി കെട്ടിയാൽ മതി. അപ്പോൾ ആവശ്യത്തിനുള്ളൊരു ബുഷ്, നമുക്ക് തലമുടി കെട്ടാനുള്ള ബുഷ്. ഇനി നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ക്രീമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ കണ്ടിട്ടുണ്ട് സെലിബ്രിറ്റീസ് വീഡിയോസിലൊക്കെ അവർ ഡെലിവറി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നന്നായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് വരുന്നവരാണ്. പക്ഷെ സാധാരണക്കാർ അങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്ത് വരാറില്ല. അപ്പം നിങ്ങൾക്ക് വേണ്ട ക്രീമുകൾ എന്തെങ്കിലും വേണമെങ്കിൽ അത് എടുത്ത് വയ്ക്കുക. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണ്, അതുകൊണ്ട് ഓർണമെൻറ്റ്സ് മാക്സിമം എല്ലാം തന്നെ നിങ്ങളുടെ വീട്ടിൽ തന്നെ വെച്ചിട്ട് പോരുക. പിന്നെ മിക്കവർക്കും താലിമാലയൊക്കെ ഊരി വയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഡെലിവറിക്ക് കയറുന്നതിന് മുമ്പാണ് മിക്കവരും ഊരി വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് സുരക്ഷിതമായിട്ട് കയറുന്നതിന് മുമ്പ് ഒന്നുകിൽ ആരെങ്കിലും ഏൽപ്പിക്കുക, അല്ലെങ്കിൽ അത് ഇട്ട് വെക്കാനുള്ള ഇത് ചെയ്യുക. കാരണം ഓർണമെൻറ്റ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. നമ്മുടെ താലിമാലയൊക്കെ നമുക്ക് തിരിച്ചു വരുമ്പോഴത്തേ അത് കറക്റ്റായിട്ട് വേണമല്ലോ. അപ്പോൾ നമുക്ക് അതുകൊണ്ട് അത് എവിടെയെങ്കിലും സേഫായിട്ട് വെക്കാനുള്ളതും കൂടെ, അതുകൊണ്ട് മാക്സിമം ഓർണമെൻറ്റ്സ് അവോയ്ഡ് ചെയ്യുക. അത്യാവശ്യം ഇപ്പോൾ വേണ്ടതാണെങ്കിൽ മാത്രം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ബൈസ്റ്റാൻഡറിനെ അത് ഏൽപ്പിക്കുക. ഇത്രയുമാണ്. അപ്പോൾ ഞാനൊരു ടോട്ടലായിട്ടുള്ള ലിസ്റ്റ് ഞാൻ ഈ സൈഡിലായിട്ട് സ്ക്രീനിൽ കാണിച്ചു തരാം. മദറിന് എന്തൊക്കെയാണ്, പ്രഗ്നൻറ്റ് ലേഡിക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന്. അടുത്തത് നമ്മുടെ ബേബിക്ക് വേണ്ടി എന്തൊക്കെയാണ്. ബേബിക്ക് വേണ്ടി നമുക്കറിയാം എന്തൊക്കെ മേടിച്ചാലും നമുക്ക് അത്രയും സന്തോഷം എന്നാണ്. അപ്പോൾ ചിലർ ബേബീനെ കിടത്താനായിട്ട് ക്യാരി ചെയ്യാനായിട്ടുള്ള, നമുക്കറിയാം ഇപ്പോൾ കുറേ സാധനങ്ങളുണ്ട് ക്യാരി ചെയ്യാനായിട്ട്, നെറ്റൊക്കെ ഉള്ള വല സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ ഡെലിവറിക്ക് ശേഷം അവിടുന്ന് മേടിച്ചാൽ മതി. നമ്മളത് പാക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ അതൊന്നും വേണ്ടാന്ന് തോന്നും. അപ്പോൾ ബേബിക്ക് അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ട കുറച്ച് കെട്ടുടുപ്പുകളോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ക്ലോത്താണോ നിങ്ങളുടെ ബേബിക്ക് ഇടാനായിട്ട് ആവശ്യം, ആ ക്ലോത്തുകൾ കുറച്ച് മേടിച്ചിട്ട്, അതും ഈ പറഞ്ഞ ഒരു വെതറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ഒരുപാട് പ്രാവശ്യം ചിലപ്പോൾ ഡ്രസ്സ് മാറും. അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ സമ്മറൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തുണി ഉണങ്ങി കിട്ടും, ഇല്ലയെന്നുണ്ടെങ്കിൽ താമസമുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു ക്ലൈമറ്റും കൂടെ കൺസിഡർ ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉടുപ്പുകൾ നിങ്ങൾ നേരത്തെ മേടിച്ച് അത് കഴുകി വൃത്തിയാക്കി കഴുകി ഉണക്കി അത് ബേബിക്കുള്ള ഡ്രസ്സ് നമ്മൾ എടുത്ത് വെക്കണം. അത് നിങ്ങളുടെ ഒരു ഇഷ്ടത്തിന് എത്രയാണെന്ന് വെച്ചാൽ ബേബിയുടെ ഡ്രസ്സ് എടുത്ത് വെക്കണം. അതുപോലെ തന്നെ ബേബിക്ക് നമുക്ക് ഡയപ്പർ ആണെങ്കിൽ ഡയപ്പർ, ക്ലോത്ത് പാഡ് ആണെങ്കിൽ ക്ലോത്ത്. ഞങ്ങൾ ഫസ്റ്റ് കുറച്ച് ദിവസമൊക്കെ ക്ലോത്താണ് ഉപയോഗിച്ചത്. വീട്ടിൽ വന്ന് കുറച്ച് കഴിഞ്ഞാണ് നമ്മൾ ഡയപ്പറൊക്കെ യൂസ് ചെയ്ത്. അതും ഈ പറഞ്ഞ ആവശ്യത്തിന് ക്ലോത്തുകൾ ഒരുപാട് വേണ്ടി വരും, കാരണം ബേബി എപ്പോഴും മൂത്രമൊഴിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതും ആവശ്യത്തിന് നിങ്ങൾ എടുത്ത് വെക്കണം. അതുപോലെ തന്നെ ബേബിനെ പൊതിയാനുള്ള ടർക്കിയും അതും അത്യാവശ്യമാണ്. ഒരു 3-4 ടർക്കികൾ എടുത്ത് വെക്കുക, കാരണം ബേബിക്ക് പുറത്ത് വരുമ്പോൾ ചൂടൊക്കെ നന്നായിട്ട് കിട്ടണം. അതുകൊണ്ട് നമുക്ക് ടർക്കിയിലൊക്കെ കിടത്തേണ്ട ആവശ്യം വരും. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ കൺമഷി
അങ്ങനത്തെ ക്രീമൊന്നും നമ്മൾ എന്തായാലും വീട്ടിൽ വന്നിട്ടല്ലേ. അപ്പോൾ ബേബിക്ക് അത്യാവശ്യം ഡ്രസ്സുകളും ടർക്കികളും അതുപോലെ തന്നെ ക്ലോത്ത് പാഡും ഇതൊക്കെയാണ് ബേബിക്ക് അത്യാവശ്യം. പക്ഷെ അതെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി അതൊരു പ്രത്യേക ഒരു ബാഗിൽ അത് ബേബിക്കായിട്ട് എടുത്ത് വെക്കുക. ഇത്രയുമാണ് ബേബീസിനായിട്ട് ഞാൻ കരുതിയോളൂ. വേറെ പ്രത്യേകിച്ചൊന്നും തന്നെ എടുത്തില്ല. ഇതെല്ലാം ഒരു വേറെ ബാഗിലാക്കി നമ്മൾ വെച്ചു. അടുത്ത് നമ്മൾ വിചാരിക്കും, ഞാൻ നമ്മുടെ ബൈസ്റ്റാൻഡേഴ്സിനെ പറ്റിയാട്ടോ പറയുന്നത്. നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മളെപ്പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കൂടെ വരുന്ന ബൈസ്റ്റാൻഡേഴ്സിൻ്റെ കാര്യവും. കാരണം ഈ പറഞ്ഞാൽ അവരുടെ സാധനങ്ങൾ എടുത്തില്ലെങ്കിലും ഈ പറഞ്ഞാൽ നമുക്ക് പാടാണ്, അവർ വീണ്ടും തിരിച്ച് വീട്ടിൽ പോകണം, അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചതൊക്കെ കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ ഒരു ഡേറ്റ്സൊക്കെ നമ്മൾ അഡ്മിറ്റ് ആവാൻ പോകുന്ന ടൈമിൽ അവരോടും കൂടി ഇതൊക്കെ പാക്ക് ചെയ്യാനായിട്ട് പറയാം. അപ്പോൾ അവർക്കും കുറച്ച് സാധനങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു വെക്കണം. കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ എന്തായാലും ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പോവുള്ളൂ. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് നമ്മൾ പ്ലേറ്റ്, ഗ്ലാസ്, അതുപോലെ തന്നെ സ്പൂണ്, ഇങ്ങനെ ഒരു കുറച്ച് ഒന്നുകിൽ ആ ലേഡിക്കും കൂടെ വരുന്നവർക്കും വേണ്ടി ഒരു 2 പ്ലേറ്റെങ്കിലും മിനിമം നമ്മൾ ഗ്ലാസ്സൊക്കെ നമ്മൾ കൈ പിടിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതുപോലെ തന്നെ വെള്ളമൊക്കെ ചൂടാക്കി വെക്കാനായിട്ട് ജഗ്, അങ്ങനത്തെ കാര്യങ്ങൾ അത് എന്തൊക്കെയാണോ. അതുപോലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ നമുക്ക് ബെഡ്ഷീറ്റും പില്ലോയും ഒക്കെ തരും. എന്നിരുന്നാൽ പോലും നമുക്ക് ബേബി വന്നു കഴിയുമ്പോൾ നമുക്ക് കിടത്താനൊക്കെ ബെഡ്ഷീറ്റ് വേണം, അതുപോലെ പില്ലോ കവർ വേണം. അതുപോലെ തന്നെ നമ്മൾ ഡെലിവറി കഴിഞ്ഞ് നമ്മളെ കാണാൻ കുറേ പേരൊക്കെ വരും. അപ്പോൾ നമ്മൾ ഈ ഓപ്പൺ നൈറ്റിയൊക്കെ ആയിരിക്കും ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് കവർ ചെയ്യാനായിട്ട് പില്ലോ, നമ്മുടെ ഒരു പുതപ്പൊക്കെ നമുക്ക് അത്യാവശ്യമാണ്. അതുപോലെ ബൈസ്റ്റാൻഡറിനും ഇപ്പോൾ ഒരു തണുപ്പ്, ഇപ്പോൾ ഡിസംബർ പോലെ തണുപ്പുള്ള സമയമാണെങ്കിൽ, പിന്നെ ചില ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ പോലെ ആയിരിക്കില്ല, ഫാൻ ഒടുക്കത്തെ കാറ്റായിരിക്കും. അപ്പോൾ അവർക്കും ആരോഗ്യത്തോടു കൂടി അവരും നിൽക്കണമല്ലോ. അപ്പോൾ 1 or 2 പുതപ്പ് നമ്മുടെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കും നമ്മുടെ ബൈസ്റ്റാൻഡർക്കും വേണ്ടി അത്യാവശ്യം പുതപ്പുകളും ബെഡ്ഷീറ്റുകളും കാര്യങ്ങളൊക്കെ എടുക്കുക. പിന്നെ ഈ പറഞ്ഞ ഞങ്ങൾക്ക് ഈ പറഞ്ഞ കൊതുകിൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു മോസ്കിറ്റോ ക്രീമൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം തോർത്തും കാര്യങ്ങൾ എടുക്കുക. ബ്രഷ്, പേസ്റ്റ്, ഈ വക കാര്യങ്ങൾ, ബ്രഷ്, പേസ്റ്റ്, സോപ്പ്, ഇതൊക്കെ അത്യാവശ്യമാണ്. കാരണം സോപ്പൊക്കെ വേണം. കാരണം നമ്മൾക്ക് ഒരാഴ്ച നമ്മളവിടെ നിൽക്കുന്ന ടൈമിൽ നമ്മുടെ ഡെലിവറി കഴിഞ്ഞ് എന്നും രാവിലെ നമ്മൾ കുളിക്കാനൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് എണ്ണ, സോപ്പ് ഇതൊക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തലമുടി ചീവി വെക്കാനായിട്ട് ചീപ്പ് വേണം. അതുപോലെ തന്നെ നമ്മുടെ കൂടെ വരുന്ന ബൈസ്റ്റാൻഡർ അവരെന്തെങ്കിലും മെഡിസിൻ കഴിക്കുന്നവരാണ്, അവർ BP-യോ ഷുഗറോ എന്തെങ്കിലും അവർക്ക് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അവരുടെ ടാബ്ലറ്റ് നമ്മൾ ആ കൂടെ എടുക്കണം. അവരുടെ മെഡിക്കൽ റിപ്പോർട്ട്സ് അല്ലെങ്കിൽ അവരുടെ എന്താണോ അവർക്ക് ഇമ്പോർട്ടൻ്റ്, അവരുടെ ഹെൽത്തിന് അത്യാവശ്യമായിട്ടുള്ള അതും നിങ്ങൾ കൂടെ കരുതിയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ATM കാർഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ഹോസ്പിറ്റലിൽ ATM കാർഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ATM കാർഡ്, അല്ലെങ്കിൽ നിങ്ങൾ കയ്യിൽ ക്യാഷാണ് കരുതുന്നത്. അത്യാവശ്യം നമുക്ക് കടയിൽ പോകണമെങ്കിൽ ക്യാഷൊക്കെ വേണ്ടി വരുമല്ലോ. അപ്പോൾ അത്യാവശ്യം കുറച്ച് മണി നിങ്ങളുടെ കയ്യിൽ കരുതി വയ്ക്കുക. അതുപോലെ ഇങ്ങനെ കാർഡ് ഉണ്ടെങ്കിൽ കാർഡുകൾ കരുതി വയ്ക്കുക. ഞാൻ പറഞ്ഞാൽ ഇൻഷുറൻസിൻ്റെ വഴിയാണെങ്കിൽ ഇൻഷുറൻസിൻ്റെ പേപ്പേഴ്സൊക്കെ കരുതി വയ്ക്കുക. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഡെലിവറിക്ക് ഒരു ദിവസം മുമ്പ് 2 ദിവസം മുമ്പൊക്കെ ആയിരിക്കുമല്ലോ വരുന്നത്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രത്യേകം കഴിക്കണം, നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള ഫുഡുകളൊക്കെ ഉണ്ടെങ്കിൽ, സ്നാക്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കരുതുക. അതൊന്നും ഈ പാക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ വരുന്നല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയെന്നുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ മൊബൈലിലെ ചാർജർ ഈ പറഞ്ഞ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് മൊബൈലിലെ ചാർജർ നമ്മുടെ ബൈസ്റ്റാൻഡറിൻ്റെ എടുക്കണം, നമ്മുടെ നമ്മുടെ 2 പേരുടെയും പേഷ്യൻ്റെ എടുക്കണം. അതുപോലെ തന്നെ ബൈസ്റ്റാൻഡറിൻ്റെയും മൊബൈലിലെ ചാർജറൊക്കെ എടുക്കുക. അപ്പം ഞാൻ ബൈസ്റ്റാൻഡറിന് വേണ്ടതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പ്രത്യേകം കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ പേഷ്യൻ്റ് അഡ്മിറ്റ് ആവാൻ പോകുന്ന കുട്ടിക്ക് വേണ്ട ഇത് എന്തൊക്കെയാണോ വേണ്ടത് അതിൻ്റെ ലിസ്റ്റും കൊടുക്കാം. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇത് കൂടാതെ ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. മേക്കപ്പിൻ്റെ കുറേ ക്രീം, സൺസ്ക്രീം, ഫൗണ്ടേഷൻ ഇതൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നതിൻ്റെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഇത് ഒഴിവാക്കാൻ പറ്റില്ലാത്ത കാര്യങ്ങളാണെന്നാണ് തോന്നിയത്. ഇത് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഒന്ന് എല്ലാവരും ഒന്ന് കണ്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുമായിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന വിശ്വാസത്തോടു കൂടി നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.